Hi friends, welcome back to yet another video. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫുഡ് വ്ളോഗിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താ ഉണ്ടാക്കിയിട്ടുള്ളത് വെച്ചാൽ എൻ്റെ സിസ്റ്ററിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കടല മിഠായിയാണ്. ഇതെല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാഷ്യൂനട്ടൊക്കെ മേലെ വെച്ചിട്ടുള്ള കടല മിഠായി എല്ലാവരും ഷോപ്പിൽ നിന്ന് വാങ്ങി കഴിച്ചിട്ടില്ലേ. അപ്പോൾ വെൽക്കം ബാക്ക്. ഓക്കെ, നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം ഒരു പാൻ എടുത്തിട്ട് നന്നാക്കി ചൂടാക്കിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ കടല ഒന്ന് വറുത്തെടുക്കണം. എന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നുകൂടി വറുത്തെടുക്കുക. വറുക്കേണ്ടത് എത്രയാണെന്ന് വെച്ചാൽ ആ തൊലി ഊരി പോരുന്നത് വരെ നന്നായിട്ട് വറുക്കുകയാണ് വേണ്ടത്. ഓക്കെ, വേറെ ഒന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് പാൻ ചൂടാക്കിയിട്ട് കടല ഇടുകയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 2 ഗ്ലാസ് കടലയാണ്. ഇപ്പോൾ ഏകദേശം വറവ് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൈറ്റ് കളറാക്കി എടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. നന്നായിട്ട് പൊടിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഇപ്പം നമ്മളെ കടല ഫ്രഷായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ഫ്രഷ് ആക്കാനേ പാടുള്ളൂ. അപ്പോൾ ആ പാനിലേക്ക് തന്നെ നമ്മൾ ഒരു 1.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് മതി. കുറച്ചും കൂടി ഒരു മധുരം കൂടുതൽ വേണ്ടവർക്ക് ഒരു 1.5 കപ്പ് എടുക്കാം. എന്നിട്ട് നമ്മളതൊരു ലൈനി അല്ലെങ്കിൽ കാരമലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വെള്ളമൊന്നും ചേർക്കണ്ട, ജസ്റ്റ് അത് ഹീറ്റ് ചെയ്യുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഹീറ്റ് ചെയ്തിട്ട് ഒരു കാരമലൈസ്ഡ് ആവുന്നത് വരെ ഒന്ന് ഹീറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് അലിഞ്ഞ് വരണം. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കാരമലൈസ്ഡ് ആയി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നമ്മളുടെ മിൽമ നെയ്യ് ഒഴിക്കുകയാണ്. 2 ടീസ്പൂണാണ് ഒഴിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏത് ഗീ ആയാലും മതി. എൻ്റെ കയ്യിലുള്ള ഉണ്ടായിരുന്നത് മിൽമയുടെ ഗീ ആണ്. അപ്പോൾ അത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ക്രഷ് ചെയ്ത കടല അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കാരമലൈസ്ഡ് ഷുഗർ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇനി ഒരു ഗ്ലാസ് ജാർ എടുത്തിട്ട് അതിൽ ജസ്റ്റ് ഒരു ഗീ എല്ലാ സ്ഥലത്തൊക്കെ ഒന്നാക്കി കൊടുക്കുകയാണ്. ഒട്ടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പാനിൻ്റെ എല്ലാ സൈഡിലേക്കും ഗ്ലാസ് ജാറിൻ്റെ എല്ലാ സൈഡിലേക്കും ഒന്ന് നെയ്യ് തേച്ച് കൊടുക്കുക. എന്നിട്ട് ആ കടല മിഠായിയുടെ മിക്സ്ചർ അതിലേക്ക് ആക്കി കൊടുക്കുക. അധികം നേരമൊന്നും വെയിറ്റ് ചെയ്യരുത്. ആ ചൂടോടെ തന്നെ ആക്കണം, എന്നാലേ നമുക്ക് ആ മോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് എല്ലാ സൈഡിലേക്കും ലെയർ കറക്റ്റായിട്ട് ഒരു തിൻ ലെയർ ആവുന്നത് വരെ നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ആ ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടത്. കത്തിയെടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഷേപ്പിൽ അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഒരു വെർട്ടിക്കൽ ലൈനും ഹൊറിസോണ്ടലായിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ്. ഒരു സ്ക്വയർ കിട്ടുന്നത് രീതിയിൽ, ഓരോ സ്ക്വയർ ആയി കിട്ടുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വെച്ചോ, പിന്നെ നോക്കുന്നുണ്ടാവില്ല.
എന്നിട്ട് ഓരോ കടലമിഠായിൻ്റെ മേലെ ഓരോ കാഷ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ സ്ക്വയർ പീസിലും ഓരോ കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രഞ്ചി ആയിട്ടുള്ള കടലമിഠായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. നിങ്ങൾ പുറം നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ക്രഞ്ചിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു ഗൈസ്.